ഡയറക്ടർ ന്യൂ ഡയറക്ടർ സാറായിരുന്നു. പക്ഷേ ശരണ്യ ബിഗ് ബോസിന് ശേഷം, അതായത് ആരുമായിട്ട് ഒരു ബന്ധമില്ലാത്തുള്ള ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണല്ലോ, ശേഷം ഫസ്റ്റ് ഫിലിം ആയിരിക്കും അല്ലേ ഞാൻ കാണുന്നത്. സോ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇരുന്ന് കാണുമ്പോൾ ലൈക്ക് ഓക്കെ, ഞാൻ പുറത്തെ ലോകത്തിലേക്ക് വന്നു. സോ താങ്ക് യു സർ ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. ഒരു അന്വേഷണത്തിലൂടെ പുറത്തെത്തി സഞ്ചരിച്ച ഒരു ഫീലിംഗ്. യെസ് 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 യെസ്. കാരണം എൻ്റെ എൻഡിങ് എന്താണെന്ന് കാണാൻ, കാരണം നമ്മൾ കുറേ ഇങ്ങനെ ഈ ആളാണോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻഡിങ് കാണാനായിട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ശരണ്യയുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ഡയറക്ടർ സർ, സത്യൻ സർ, സനൂപ് സത്യൻ സർ, പിന്നെ അനു മാം ആസ് യൂഷ്വൽ തന്നെ. ഞാൻ ഒത്തിരി ക്രൈം ത്രില്ലർ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് വരെ 6 ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും നല്ല സാധനം. ലാസ്റ്റ് വരെ 6 പ്രതി ഉണ്ടായി. ഞങ്ങൾക്ക് മനസ്സിലായില്ലേ കോൺവിക്ട് ചെയ്ത ആൾ. അപ്പോൾ അത് സസ്പെൻസ് ഭയങ്കര നല്ലതുണ്ടായി. അപ്പോൾ അടിപൊളി മൂവി ആസ് യൂഷ്വൽ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ കാരണം ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫീൽ ചെയ്ത മൂവി. സോ വി വിൽ റിമെമ്പർ. obviously this was our first movie after Big Boss. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായപ്പോൾ അതും ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇരുന്ന് നമുക്ക് എൻഡ് വരെ നോക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. Definitely. എനിക്കൊരു ചോദ്യം ഉണ്ട് കേട്ടോ. Last where you can't judge who was the convict. ഞാൻ ബിഗ് ബോസിൽ നിന്നപ്പോൾ ആളോട് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിട്ടായിരുന്നു. മൂവി കാണാൻ പോയത്, ഫുഡുകൾ പലതുണ്ട്, അത് കഴിക്കാൻ പോയത്, ട്രിപ്പ് എങ്ങും പോയത്, പാസ്പോർട്ടൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഒരു ചില്ലൗട്ടായിരിക്കും Thanks to you. താങ്ക് യു ചേച്ചി, മഞ്ജു ചേച്ചി. താങ്ക് യു സർ. താങ്ക് യു ഓൾ ടീം. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am.